ലൂക്കോസ് സുവിശേഷം 21-11 ഈ വചനവും കൂടെ നിങ്ങൾ ദൈവനാമത്തിൽ നോട്ട് ചെയ്യണമെന്ന് ശരണപ്പെട്ടുകൊണ്ട് ഒരിക്കൽ കൂടി പറഞ്ഞു. ലൂക്കോസ് ചാപ്റ്റർ 21:11 വായിക്കാൻ വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഉണ്ടാകും. കണ്ടോ, മഹാവ്യാധികളും അവിടെ ഉണ്ടാകും. വ്യാധി, രോഗം, മഹാവ്യാധി, മാരക രോഗം. പലരും വിചാരിക്കും ഇത് സഭ എടുക്കപ്പെട്ടതിന്. സഭ എടുക്കപ്പെട്ടതിന് ശേഷം പീഡാകാലം വരും. പക്ഷെ അതിന് മുമ്പ്, അതുകൊണ്ട് തുടക്കം ഞാൻ പറഞ്ഞു, ഇത് ഈറ്റുനോവിന്റെ ആരംഭം. ലേബർ പെയിൻ, ഗർഭിണിക്ക് പ്രസവവേദന വരും. പ്രസവവേദന കുറയുന്നതല്ല, കൂടുന്നതല്ല, കുറയത്തില്ല. അങ്ങനെയെങ്കിൽ ഈ കൊറോണ കോവിഡ് എവിടത്തേക്ക് എത്തിക്കുന്നു? ഇസ്രയേലിന് നേരെ ഒരു യുദ്ധമായി ഇത് മാറാൻ പോകുന്നു. അതിലേക്ക് നമ്മൾക്ക് കടക്കും. അങ്ങനെയെങ്കിൽ മഹാവ്യാധി, ബൈബിളിനകത്ത് മഹാവ്യാധി ഉണ്ടോ? വെളിപ്പാടിലേക്ക് ഞാൻ വരും. ഇനിയുള്ള പ്രഭാഷണത്തിന്റെ കാതലായ ഭാഗം ദൈവകുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണമെന്ന് പറയുന്നു. വെളിപ്പാട് 1, അടുത്ത പ്രഭാഷണങ്ങൾ മുഴുവൻ വെളിപ്പാടിനെ ആസ്പദമാക്കിയ. ഇനി നമ്മൾ സുവിശേഷം തുടക്കത്തിലെ വെളിപ്പാടായിരിക്കും. അങ്ങനെയെങ്കിൽ മത്തായി സുവിശേഷം കഴിഞ്ഞ് 24 കഴിഞ്ഞ് നമ്മൾ ലൂക്കോസിൽ യാത്ര ചെയ്ത് വെളിപ്പാട് 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2, 3 7 സഭകൾക്കുള്ള ദൂത്, 4 സഭ എടുക്കപ്പെട്ടാൽ, 5 സിയോൻ മലയിലെ കുഞ്ഞാടിനെ പറ്റി, 6 അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാകളനാദത്തിന്റെ നിവൃത്തിയായി 6-ാം അധ്യായത്തിൽ 1 വെള്ളക്കുതിര, സമാധാനത്തിന്റെ പുറമോടി ഇസ്രയേൽ, 2 ചുവന്ന കുതിര, തെർമോ ഇന്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ, 3 ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന GST വാറ്റ, ലോകം ഒരുവന്റെ കയ്യിൽ വരുന്നു, കറുത്ത കുതിര, 4 വെളിപ്പാട് 6, 7, 8 വരാൻ പോകുന്ന സംഭവങ്ങളെ പറ്റി എഴുതിയിട്ടുണ്ട്. മഹാവ്യാധികൾ. അതിന് നിതാന്തമായി ഈ മഹാവ്യാധികളെ പറ്റി കടക്ക് പാസ്റ്റർ അക്കമിട്ട് ഓരോ കാര്യങ്ങൾ വായിക്കും. സഭ എടുക്കപ്പെട്ടാൽ, ഇപ്പോഴിതിൻ്റെ ഈ സിഗ്നൽസ് മാത്രമേ ഉള്ളൂ. എടുക്കപ്പെട്ടാൽ സംഭവിക്കാൻ പോകുന്നതിന് നിതാന്തമായി മഹാവ്യാധികളെ പറ്റി പാസ്റ്റർ ഇപ്പോൾ വായിക്കും. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 7, 8 തിരുവെഴുത്തുകൾ കർത്താവിന്റെ ദാസൻ ഇപ്പോൾ വായിക്കുന്നതായിരിക്കും. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. മഞ്ഞ നിറമുള്ള കുതിര. 1 വെള്ളക്കുതിര, സമാധാനത്തിന്റെ പുറമോടി. 2 ചുവന്ന കുതിര, മനുഷ്യൻ അന്യോന്യം കൊല്ലും, ലൈസൻസ്. 3 ഇന്നത്തെ GST വാറ്റ്, കറുത്ത കുതിര, ക്ഷാമം. 4 മഞ്ഞക്കുതിര. അടുത്തത് അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്ന് പേർ. ഇതിന് ഗ്രീക്ക് മൂലഭാഷ ക്ലോറോസ്, ഒരു പുഷ്ടിയില്ലാത്ത കാലം, ക്ലോറോസ്. അതാണ് മങ്ങിയ മഞ്ഞക്കുതിര, മരണം എന്ന് പേർ. അടുത്തത് പാതാളം അവനെ പിന്തുടർന്നു. ഇൻസ്റ്റന്റ് ഡെത്ത് ലോകത്തിൽ വന്നുകൊണ്ടിരിക്കും. ഇൻസ്റ്റന്റ് ഡെത്ത്, പാതാളം അവനെ പിന്തുടർന്നു. വായിക്കാം. വാളുകൊണ്ടും നമ്പർ 1 വാൾ, ക്ഷാമം. നിൽക്കട്ടെ, ഈ കാര്യങ്ങൾ ശ്രദ്ധയോടെ, സ്പീഡിൽ ഞാൻ സംഭാഷണം പോയാൽ അനവധി കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകത്തില്ല. നമ്പർ 1 വാൾ. ഈ വാളിന് പലരും പറയും ഈ ചന്തയിൽ നിന്ന് മേടിക്കുന്ന വാളോ. ദൈവകുഞ്ഞുങ്ങളെ, ഈ വാൾ യോഹന്നാൻ പത്മോസിൽ കണ്ട് ആറ്റമിക് വെപ്പൺസിനെ വാൾ. എന്താ വാൾ? ഇൻസ്റ്റന്റ് ഡെത്ത് വിത്ത് ആറ്റമിക് വെപ്പൺസ്. നിങ്ങൾക്കറിയാം, ഇന്ന് ലോക രാജ്യങ്ങളിൽ മുഴുവൻ, ഒരു കാലത്ത് നമ്മുടെ മലയാളികളെല്ലാം പറയുമായിരുന്നു വിദേശ രാജ്യങ്ങൾ നല്ലതാണ്. അമേരിക്കയിൽ തന്നെ കറുത്ത വർഗ്ഗക്കാർ വെടി, സ്കൂളിൽ വെടി, പള്ളിയിൽ വെടി, ബ്രിട്ടനിൽ ആക്രമണം തീർന്നില്ല, ജപ്പാനിൽ ആക്രമണം, ഓസ്ട്രേലിയയിൽ ആക്രമണം, കാനഡയിൽ ആക്രമണം, എത്രയോ സ്ഥലങ്ങളിൽ ഇൻസ്റ്റന്റ് ഡെത്ത്. വാൾ. വാൾ മീൻസ് ആറ്റമിക് വെപ്പൺ. പഠിക്കുന്ന സ്കൂളിൽ കൊച്ചു തോക്കെടുത്ത് വെടിവെക്കും. ചെറുപ്പക്കാരൻ താണ്ടി കാനഡ കോവിഡ് നടന്നപ്പോൾ ഒരുത്തം 18 പേരെ ഒറ്റയടിക്ക് വെടിവെച്ച് വന്നു, ഒരു കാനഡയിൽ. അങ്ങനെ ഇവർക്കൊക്കെ ഇവിടുന്ന് കിട്ടുന്നെന്ന് അറിയത്തില്ല. ഇൻസ്റ്റന്റ് ഡെത്ത്. നല്ല വചനം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒരു കാര്യം കഴിഞ്ഞ് തിരിച്ചു വന്ന കർത്താവിന് സ്തോത്രം പറയണം. ആ ഒരു കാലഘട്ടത്തിലേക്ക് ലോകം വന്നു. ഇൻസ്റ്റന്റ് വിത്ത് മഞ്ഞക്കുതിര, ക്ലോറോസ്. അതിന് നിതാന്തമായ വ്യക്തമായി കാണിക്കുന്നു. മഹാവ്യാധികളിലേക്ക് ലോകം കടക്കും. നമ്പർ 1 വാൾ. നമ്പർ 2 ക്ഷാമം. എന്താ ക്ഷാമം? ഇപ്പൊ നമ്മുടെ ഇവിടെ കൊറോണ അടിച്ചുകൊണ്ടിരിക്കുക. ഈ ലോക്ക്ഡൗൺ കണ്ടിന്യൂ ചെയ്യണമെന്ന് പലരും പറയുന്നു. പക്ഷെ രാഷ്ട്രങ്ങൾ എന്താ ഈ കൊറോണയെ മാറ്റി ലോക്ക്ഡൗണിൽ വിഡ്രോവൽ വരുത്തുന്നത്? ഇവിടെ ഒരു പട്ടിണി നടന്നാൽ 5 കോടി പേർ മരിക്കാൻ സാധ്യത. നമ്മൾക്ക് ദൈവകുഞ്ഞുങ്ങളെ, ഈ ലോക്ക്ഡൗണിന്റെ അകത്ത് ലോകത്തിൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത് ക്ഷാമം. ഇപ്പം നമ്മൾക്കെല്ലാം ഈ ആഹാരമൊക്കെ കിട്ടുന്നത് ഏത് രാജ്യങ്ങളും 6 മാസം മുതൽ 9 മാസം വരെ
ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടാൽ ഇൻസ്റ്റന്റ് ആയിട്ട് അവരുടെ ഗോഡൌണുകളിൽ ഫുഡ് ആൻഡ് മെഡിക്കൽ പ്രോഡക്ട്സ് സെർവ് ചെയ്ത് വെച്ചിരിക്കും 6 മുതൽ 9 വരെ. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞ 3 മാസമായി ഗവൺമെന്റുകൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ആഹാരത്തിന്റെ കലവറയും മെഡിക്കൽ ഡിസ്ട്രിബ്യൂഷന്റെ കലവറയും ഇപ്പോൾ വല്ലാത്ത ഒരവസ്ഥയിൽ ഇരിക്കുന്നുണ്ട്. മനുഷ്യൻ മരിക്കുന്നതല്ല അവർക്ക് വിഷയം, ഇത് ഇനിയും സ്റ്റോറേജ് ചെയ്ത് വച്ചില്ലെങ്കിൽ ആയിരങ്ങൾ പട്ടിണി മൂലം മരിക്കുവാനിടയാത്തീരും. ക്ഷാമം അത് നിതാന്തമായി. 3 അത് കറുത്ത കുതിരയെ പറ്റി മറ്റൊരു പ്രഭാഷണത്തിൽ പറയാം. ലോകം ഒരുവന്റെ കയ്യിലേക്ക് എത്തുന്നത് ഇന്നത്തെ GST വാറ്റും മുഴുവനും ഒരുപക്ഷെ ഞാനോ ദൈവദാസനോ എല്ലാവരും ഉപയോഗിക്കുന്നതിനകത്ത് ഇന്ന് ക്ഷാമത്തിന് നിതാന്തമായ ഒരു ബാർകോഡ് വന്നിരിക്കുന്നു. ഈ ബാർകോഡ് വെച്ച് ഏത് സ്ഥലത്തും ഏത് സാധനത്തിനും ഒറ്റ വിലയിൽ കൊണ്ടുവരാം. അത് ഇന്ത്യയിൽ ഇന്ന് ഏത് സാധനം നമ്മൾ പർച്ചേസ് ചെയ്താലും അതിനകത്ത് GST ഏതാ ഗുഡ് സർവീസ് ടാക്സ് തീർന്നില്ല. US ആൻഡ് UK ആൻഡ് ദുബായ് they will take it what value added tax. ഇതെല്ലാം ഒരുവന്റെ കയ്യിൽ എത്താൻ പോകുന്നു. ഫുഡ് പ്രോഡക്ട്സ് മുഴുവൻ ഒരുവന്റെ കയ്യിലേക്ക് എത്താൻ പോകുന്നു. അതിന് നിതാന്തമായി മക്കളെ 5 കോടി പേർ പട്ടിണിയിൽ മരിക്കുമെന്ന്. ക്ഷാമം എവിടെയൊക്കെ ക്ഷാമം. നിങ്ങൾ ഈ ഇടയ്ക്ക് ടെലിവിഷൻ ഒന്ന് കാണണം, സീരിയൽ കാണാനല്ല പറയുന്നത്, ഭാഷ പറഞ്ഞെന്ന് പറഞ്ഞ് അങ്ങനെയല്ല. ഈ ആഫ്രിക്ക, നൈജീരിയ, കോങ്കോ, ഹെയ്ത്തിയ കണ്ടിലെ പട്ടിണി കോലങ്ങളെ പോലെ കുഞ്ഞുങ്ങൾ നടക്കുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തിൽ പലരും മണ്ണ് വരെ ഭക്ഷിച്ചു. തിരുവനന്തപുരത്ത്, ഡൽഹിയിൽ ഒരു കുടുംബം ആഹാരം കിട്ടാതെ അവർ ആത്മഹത്യ ചെയ്തു. എറണാകുളത്ത് പട്ടിണി കിടന്നവരെ ഗവൺമെന്റ് കയ്യിലാക്കി. ബാക്കിയുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. അനേകം കുഞ്ഞുങ്ങൾ പട്ടിണി കോലങ്ങളായി നടക്കുമ്പോൾ ഈ ലോക്ക്ഡൌണിന്റെ കാലത്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കർത്താവ് തന്നില്ലേ? ഇത്രയും നന്മ ചെയ്ത ദൈവത്തിന് സ്തോത്രം. അതാണ് ദൈവ കുഞ്ഞുങ്ങൾ കണ്ട ക്ഷാമം. എത്രയോ തലങ്ങളിൽ അട്ടപ്പാടിയിൽ 47 കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് SATയിൽ മരിക്കുവാനിടയായി തീർന്നു, പോഷകാഹാരം കിട്ടാതെ. അങ്ങനെയെങ്കിൽ സഭ എടുക്കപ്പെട്ടാൽ പീഡാകാലത്ത് ഇൻസ്റ്റന്റ് ഡെത്ത് വിത്ത് ടെററിസ്റ്റ് അഥവാ തീവ്രവാദികൾ മൂലം ആക്രമണങ്ങൾ വരാൻ പോകുന്നു. തീർന്നില്ല സെക്കൻഡ് തലമായ ക്ഷാമം. അടുത്ത വാക്യം ജിജിപാസ് വായിക്കാൻ പാസ്. വാൾ ക്ഷാമം മഹാവ്യാധി കൊണ്ടും. മഹാവ്യാധിയിലേക്ക് കടക്കുന്നതിന് അടുത്ത വാക്യം കൂടെ ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും. ഭൂമിയിലെ കാട്ടുമൃഗങ്ങൾ. ഈ കാട്ടുമൃഗങ്ങളെ പറ്റി ദൈവജനം നല്ലതുപോലെ പഠിക്കണം. പഴയ ഒരു കാലം മാറി. കാട്ടുമൃഗങ്ങൾക്ക് 2 അർത്ഥം വെളിപ്പാട് പുസ്തകത്തിൽ കൊടുക്കുന്നുണ്ട്. കാട്ടിനകത്ത് മൃഗങ്ങൾക്ക് പലപ്പോഴും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോൾ ആനകൾ വനാന്തരം വിട്ട് ഇറങ്ങുന്നുണ്ട്. തീർന്നില്ല. പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ ദിവസം പേടുംപാറയിൽ പുലി ഇറങ്ങി എന്ന് പറയുന്നു, കടുവ ഇറങ്ങി എന്ന് പറയുന്നു. വന്യമൃഗങ്ങൾ മനുഷ്യരെ വേട്ടക്കാരാക്കുന്ന ഒരു കാലം. വേട്ടക്കാരനെ പോലെ മനുഷ്യനെ പച്ചയ്ക്ക് കൊല്ലുന്ന കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കാട്ടിലെ മൃഗങ്ങൾ ദ്വയാർത്ഥത്തിൽ ഒരർത്ഥം. 2 വിശുദ്ധ വെളിപ്പാട് കാട്ടിലെ മൃഗത്തിന്റെ രണ്ടാമത്തെ കാര്യമായി കൊടുത്തിരിക്കുന്നത് തീവ്രവാദികൾ, ടെററിസ്റ്റ്. ഇന്ന് എല്ലാ രാജ്യത്തും പതുങ്ങിയിരിക്കുക ടെററിസ്റ്റ്. അമേരിക്കയിൽ കറുത്തവർഗക്കാർ, റഷ്യയിൽ ചെച്ചിനിയക്കാർ, അഫ്ഗാനിസ്ഥാനിൽ IS ഉണ്ട്. തീർന്നില്ല. യമനിൽ ഹൂത്തി വിമതരുണ്ട്, പിന്നെ താലിബാനുണ്ട്, ഇന്ത്യയിൽ മാവോയിസ്റ്റുകളുണ്ട്. ഇവരെല്ലാം തീവ്രവാദികൾ. അന്ത്യകാലത്ത് ഇവർ പുറത്തേക്ക് വരും തീവ്രവാദികൾ. ഇനി ഈ കാട്ടുമൃഗങ്ങൾ മഹാവ്യാധികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ അന്ത്യകാലത്ത് ഇത് സംഭവിച്ചാൽ ഭാഷാവാക്യത്തിലേക്ക് കടന്നു വരും. മനുഷ്യൻ ആഹാരം കിട്ടത്തില്ല. മനുഷ്യൻ കയ്യിലുള്ളത് കൊടുത്താൽ വിനിമയം നടക്കാത്തൊരു കാലം വരുന്നു. അതിനെപ്പറ്റി സെഫന്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ പക്ഷേ ഒന്ന് വായിച്ചാട്ടെ. സെഫന്യാവ് ഇന്നത്തെ ലോക്ക്ഡൌണിനോടുള്ള ബന്ധത്തിൽ വീട്ടിലിരിക്കുന്നവരെല്ലാം ഈ കാലഘട്ടത്തിൽ കൂടെ കടന്നു പോവുകയാണ്. സെഫന്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. യഹോവയുടെ ക്രോധ ദിവസത്തിൽ, യഹോവയുടെ ക്രോധ ദിവസത്തിൽ അവരുടെ വെള്ളിക്കും പൊന്നിനും. ഇതെല്ലാം വലിച്ചെറിയേണ്ട ഒരു കാലം വരാൻ പോകുന്നത്. അടുത്തത് അവരെ രക്ഷിപ്പാൻ കഴിയുക. എന്റെ പൊന്നു മക്കളെ, നിന്റെ സ്വർണ്ണമുണ്ടോ, വെള്ളിയുണ്ടോ, കുടുംബത്തിന്റെ പാരമ്പര്യം ഉണ്ടോ, ഇതൊന്നും നിന്റെ കൊറോണയിൽ നിന്നെ സഹായിക്കത്തില്ല. സ്വോത്രം കണ്ടില്ലേ? ഇതൊക്കെ നിന്നെ ഒരിക്കലും സഹായത്തില്ല. സെഫന്യാവ് അടുത്തത് വായിക്കാം. അടുത്തത് സർവഭൂമിയും അവന്റെ തീക്ഷ്ണത അഗ്നിക്ക് ഇരയായി തീരും. 210 രാഷ്ട്രങ്ങളിൽ അവൻ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക. സ്വോത്രം. ഒരു സ്വർണ്ണക്കട തുടങ്ങിയിട്ടുണ്ടോ, ഒരു വ്യാപാര സ്ഥാപനങ്ങൾ നടന്നിട്ടുണ്ടോ, ക്രയവിക്രയം നടക്കുന്നുണ്ടോ, വല്ലം നടന്നിട്ടുണ്ടോ? 210 രാഷ്ട്രങ്ങളിൽ 6 വൻകരകളിൽ, അന്റാർട്ടിക്കയിൽ മാത്രമേ ഇത് എത്തിയിട്ടില്ല, അതൊരു പ്രത്യേക സോൺ. 6 രാഷ്ട്രങ്ങളിലും ഇത് ആഞ്ഞടിക്കുന്നു. സ്വർണത്തിന് രക്ഷിക്കാൻ പറ്റത്തില്ല, വെള്ളിക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല, നിന്റെ വയറ് പോലും നിറയത്തില്ലെന്ന സെഫന്യാവ് താഴോട്ട് എഴുതിയിരിക്കുന്നത്. അത്രയും വലിയൊരു കാലത്തിലേക്ക് ഉലകം വന്നു കഴിഞ്ഞിരിക്കുന്നെങ്കിൽ കാട്ടുമൃഗങ്ങൾ ലോകത്തിനകത്ത് തീവ്രവാദികൾ ഇറങ്ങി വരും. സാധാരണ തീവ്രവാദികളല്ല. ഇനി തീവ്രവാദികളുടെ പൊസിഷൻ എല്ലാം മാറിക്കഴിഞ്ഞു. ഇന്നത്തെ തീവ്രവാദികളുടെ പൊസിഷന് വിരോധമായി നിങ്ങൾ മനസ്സിലാക്കണം എവരിൽ കിട്ടാൻ പോകുന്നത് ലെറ്റർ ബോംബ്. ഇതൊക്കെ ഒരു കാലത്ത് പ്രസംഗിക്കുമ്പോൾ പലരും പറയും പാഷമാർ പേടിപ്പിക്കുകയാണെന്ന്. ലെറ്റർ ബോംബ്. വിവാഹ സമ്മാനമായി നവവരന് മുത്തശ്ശിക്കും കിട്ടിയത് ലെറ്റർ ബോംബ്. AK-47 വേണ്ട, സ്പാരോ വേണ്ട, സ്പൈക്ക് വേണ്ട, ഒന്നും വേണ്ട, ലെറ്റർ ബോംബ്. ആധുനികമായി തീവ്രവാദികളുടെ കൈകളിലേക്ക് ഈ സാധനങ്ങൾ എത്തിക്കഴിഞ്ഞു. എന്താ? വടക്കേ ഇന്ത്യയിൽ ഒരു വിവാഹം, ആ വിവാഹത്തിന്റെ ചെറുപ്പക്കാരനോട് എതിരുള്ള ഒരു ലെറ്ററിനകത്ത് ഒരു ബോംബ്. ലിത്തിയം
എന്താ ഈ ലിഥിയം എന്നറിയാമോ? ലിഥിയത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. പണ്ടത്തെ കാലത്ത് നമുക്ക് ക്രിസ്മസ് കാർഡ് വരും, അച്ചായനും അമ്മാമയും തുറന്നു നോക്കും, ഹാപ്പി ക്രിസ്മസ് എന്ന് പറയും. അത് പോയി ഇപ്പൊ ഹാപ്പി ക്രിസ്മസ് അടിച്ചു കഴിയുന്നതിന്റെ പുറകെ ലിഥിയം ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്താൽ ഇൻസ്റ്റന്റ് ഡെത്ത്, ദ വെപ്പൺസ് കം ടു ലെറ്റർ ബോംബ് ഇൻ ദ വേൾഡ്. ഇത് ലോക രാജ്യങ്ങളിൽ ആയിക്കരിക്കുന്നു. അതുകൊണ്ട് 2 വർഷം മുമ്പോട്ട് പോയാ, ഇന്ന് 2020 മെയ് മാസത്തെ ഞാൻ പറയാ, 2022 നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിൽ ഒരു സാധനം കൊണ്ടുപോയാൽ അവർ സ്കാൻ ചെയ്തിട്ടേ വിടത്തുള്ളൂ. കാര്യം എന്താ? ഇതിനകത്ത് ലെറ്റർ ബോംബ്. ഇന്ന് കൊറിയർ സർവീസിനകത്ത് മയക്കുമരുന്ന് കടത്തുന്നു. നിർണായകമായി ഇതെല്ലാം തീവ്രവാദികളുടെ. രണ്ടാമത്തെ ടെക്നോളജി ലേസർ. എന്താ ലേസർ? പലരും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ വിവാഹം മറ്റ് പരിപാടികൾക്ക് പോകുമ്പോൾ ഈ ആളെല്ലാം പറക്കുന്ന ഒരുത്ത മേളിൽ പറക്കുന്നുണ്ട്, ഡ്രോൺ. ആ ഡ്രോണിനകത്ത് ഒരു ലേസർ കൊടുത്താൽ മതി. ഏത് വ്യക്തിയെ വേണമെങ്കിലും പൊന്നുപോലെ കാര്യം കൈകാര്യം ചെയ്യാൻ ഡ്രോണിനകത്ത് ഒരു ലേസർ കൊടുത്താൽ മതി. അതുകൊണ്ട് പല രാഷ്ട്രങ്ങളിൽ നിന്ന് ഡ്രോൺ നിരോധിക്കുന്നു. കണ്ടോ? കാട്ടുമൃഗങ്ങൾ, തീവ്രവാദികൾ. അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്നു. തീവ്രവാദികൾ മനുഷ്യനെ കൊല്ലുന്ന ഒരു കാലം ഇവിടെ വരാൻ പോകുന്നു. കണ്ടില്ലേ? അതുകൊണ്ടല്ലയോ ധന്യനായ പൗലോസ് ലീഗ ധന്യൻ ചൊല്ലി എഫേസ്യ ലേഖനത്തിൽ അക്കമിട്ട് എഴുതിയിട്ടില്ലേ? ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. ക്ലോറോസ്, മഞ്ഞകുതിര, വാൾ, ക്ഷാമം, മഹാവ്യാധി, കാട്ടുമൃഗം. എന്താ മഹാവ്യാധി? ഇതിലേക്ക് ദൈവജനം നോക്കിക്കോണം. എന്താ മഹാവ്യാധി? ഞങ്ങളെക്കാൾ സീനിയർ ആയിട്ടുള്ള അപ്പച്ചന്മാർ, അമ്പച്ചമാർ, ദൈവദാസന്മാരെല്ലാം കേൾക്കാം. പണ്ടൊരു മനുഷ്യൻ മരിക്കണമെങ്കിൽ, അല്പസയൻസിലേക്ക് മനുഷ്യൻ മരിക്കണമെങ്കിൽ എന്തൊക്കെ സംഭവിക്കണം? ചിലർ പറയും ക്യാൻസർ, ഗോ ടു ഡെത്ത്. അല്ലെ ഹാർട്ട് അറ്റാക്ക്, ഗോ ടു ഡെത്ത്. അല്ലെ ലിവർ ഡിസീസ്, പാൻക്രിയാസ്, ഗോ ടു ഡെത്ത്. ഇതൊന്നും ഇന്ന് വേണ്ട. കാലം മാറി. ഇന്ന് നാടൻ ഭാഷയിൽ 1-ാം ദിവസം OP, 2-ാം ദിവസം ICU, 3-ാം ദിവസം CCU, 4-ാം ദിവസം വെന്റിലേറ്റർ, 5-ാം ദിവസം മൊബൈൽ മോർച്ചറി. ലോകെ ഞാൻ ഓട്ടം തികച്ചു. ചോദിച്ചു കഴിഞ്ഞാൽ H1N1, പന്നിപ്പനി, എലിപ്പനി, കരിമ്പനി, തക്കാളിപ്പനി, ചിക്കൻ ഗുനിയ, അറ്റാക്ക് വിത്ത് ബാക്ടീരിയ. എവിടുന്ന് അവൻ ഉത്ഭവിച്ചു? 1967 മുതൽ ശാസ്ത്രലോകം കാണുന്നു ഇങ്ങനെ ഒരു ബാക്ടീരിയ. എവിടുന്ന്? കൗണ്ട് കുറയുന്നത്. പണ്ട് വല്ലവരും പനിക്ക് പോയാൽ പാരാസെറ്റമോൾ വിത്ത് ആന്റിബയോട്ടിക്, അമോക്സിലിൻ. ആ കാലം കഴിഞ്ഞു. ഇന്ന് ഏത് പനിക്ക് പോയാലും ഏത് MBBS ഡോക്ടർ ആയാലും പറയും ടേക്ക് ഇറ്റ് ദ ബ്ലഡ് കൗണ്ട്, RBC, WBC. തീർന്നില്ല, ടോട്ടൽ കൗണ്ട്. എന്താ? അറ്റാക്ക് വിത്ത് ബാക്ടീരിയ ആൻഡ് വൈറസ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, നിങ്ങൾ ഈ സന്ദേശം ലഘുവായി കാണരുത്. ഇന്ന് കേരളത്തിലെ, ലോകത്തിലെ വെള്ളത്തിനകത്ത് ഒരുവൻ വന്നിട്ടുണ്ട്. അവന്റെ പേര് ക്രോമിയം ബെർലിയം വൈറേഷ്യം. സയൻസ് അതെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കൗണ്ടിനെ കുറയ്ക്കുന്നു. എവിടുന്ന് വന്നു ഈ വൈറസ്? പറയാം. ഒരു ശവം വെയിലത്ത് കിടന്നാൽ 4 ദിവസം വരെ കിടക്കുമ്പോൾ ചീഞ്ഞഴിയും. അതിനകത്ത് നിന്ന് ഇറങ്ങിയ ഒരു വൈറസ് ഇന്നത്തെ കേരളത്തിലെ വെള്ളത്തിനകത്ത് പകർച്ചവാദി ഇവിടെ ആഞ്ഞടിക്കുന്നു. ഡെങ്കിയും ചിക്കൻ ഗുനിയും പന്നിപ്പനിയും. ഇത് സജു ചാത്തന്നൂരല്ല പറയുന്നത്. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി, പൂജപ്പുര. അവർ അക്കമിട്ട് പറഞ്ഞു മനുഷ്യനെ കൊല്ലുന്ന വൈറസ് വെള്ളത്തിനകത്ത് ഇവിടെ ആഞ്ഞടിച്ചിരിക്കുന്നു. ബൈബിളിന്റെ പ്രവചനം കണ്ടില്ലേ? മഹാവ്യാധി. തീർന്നില്ല. ഈ കൊറോണ കഴിഞ്ഞാൽ അടുത്ത വരാൻ പോകുന്ന ഇപ്പൊ തന്നെ പറഞ്ഞു തരാം. അടുത്ത കേരളം കാണാൻ പോകുന്നു. അതിന്റെ പേര് മോട്ടോ നെർവസ് സിൻഡ്രോം, മഹാവ്യാധി. എന്താ മോട്ടോ നെർവസ് സിൻഡ്രോം? ഇന്ന് എനിക്കൊരു 72 കിലോ തൂക്കമുണ്ട്. ആഫ്റ്റർ 13 വീക്സ്, 13 ആഴ്ച കഴിയുമ്പോൾ മൈ ബോഡി ഈസ് കം ടു 20 kg, 20 കിലോ ആയിട്ട് മാറും. അസ്ഥി ചുരുങ്ങും. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, കൈക്കകത്തൊരു ക്യാനില ഇടാൻ പറ്റത്തില്ല. കൈക്കകത്തൊരു മൾട്ടി ട്രിപ്പോ അല്ലെ വൈറ്റമിൻ ഫ്ലൂവോ പമ്പ് ചെയ്യാൻ പറ്റത്തില്ല. മനുഷ്യൻ അസ്ഥിയോട് ചേർന്ന് മരിക്കുന്ന ഒരു കാലം ഇവിടെ വരാൻ പോകുന്നു. മഹാവ്യാധി. ലോകം മുഴുവൻ ആഞ്ഞടിച്ചിരിക്കുന്നു. എന്തൊരു കാലം! മഹാവ്യാധി. തീർന്നില്ല. ഇത് ബേഡിലേക്ക് വരുമോ? അതിന്റെ പേരാ ബേഡ് ഫ്ലൂ 2. ഇനി ഇവിടെ കോവിഡ് കഴിഞ്ഞാലും അനവധി പ്രാവശ്യം പ്ലെയിൻ സർവീസ് കട്ട് ചെയ്യും. പ്രവചനാത്മാവിൽ ഇന്ന് ഞാൻ പറയുക, എന്താ പ്ലെയിൻ കട്ട് ചെയ്യുന്നത്? തീവ്രവാദിയാണോ? കാലാവസ്ഥ വ്യതിയാനാണോ? അല്ല. ഈ പക്ഷിപ്പനി ആഞ്ഞടിച്ചാൽ ഗൾഫിലേക്ക് വിമാനം കാണത്തില്ല. ദേ വിൽ ലോക്ക്ഡൗൺ. ദുബായിലേക്ക് വിമാനം കാണത്തില്ല. ബേഡ് ഫ്ലൂ. അമേരിക്കയ്ക്ക് വിമാനം കാണത്തില്ല. ലോക്ക്ഡൗൺ, ബേഡ് ഫ്ലൂ വരാൻ പോകുന്നു. തമിഴ്നാട്ടിൽ കോഴികളെ കൂട്ടിയിട്ട് കത്തിക്കുന്നു. എന്താത്തിന്? കോഴിപ്പനി. ആലപ്പുഴ, ചങ്ങനാശ്ശേരി. തീർന്നില്ല. എവിടെയല്ല? കുട്ടനാട് താറാവിനെ കത്തിക്കുന്നു. തീർന്നില്ല. ബേഡ് ഫ്ലൂ. 2-3 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എഴുതി വെക്കുക, നിങ്ങളുടെ വീട്ടിൽ ഒരു തത്തയെ വളർത്തണമെങ്കിൽ പഞ്ചായത്തുകാരന്റെ പെർമിഷൻ ഇല്ല, വളർത്താൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങൾ അതിന്റെ അടുത്ത് പോലും പറ്റത്തില്ല. ബേഡ് ഫ്ലൂ. പഴയ കാലത്ത് പറയത്തില്ലേ, വവ്വാൽ കൊത്തിയ പറങ്കി മാങ്ങ തിന്നവർ, വവ്വാൽ കൊത്തിയ പഴം തിന്നവർ. ആരെങ്കിലും കയറുമോ? കോഴിക്കോട് അവൻ വന്നില്ല, അവന്റെ പേര് നിപ്പ. എത്ര മാരകമായ വ്യാധി! വൈറൽ ഡിസീസ് വവ്വാലിൽ. പൂനെ വൈറോളജി ലാബ് കണ്ടുപിടിച്ചില്ലേ? മഹാവ്യാധി, ഇൻസ്റ്റന്റ് ഡെത്ത്, ക്ലോറോസ്. അതാണ് യഥാർത്ഥ ഗ്രീക്ക് ഭാഷ.
വിളറി മനുഷ്യൻ മരിക്കും. തീർന്നില്ല. അങ്ങനെയെങ്കിൽ ഇപ്പം അടിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ, ബൈബിളും കൊറോണയും. ബൈബിളിനകത്ത് അങ്ങനെ ഒരു കാര്യമുണ്ടോ? എന്തുകൊണ്ട് ഇത് ചൈനയിൽ നിന്ന് വന്നു? ഇത് ഞങ്ങളുടെ ആരും റിപ്പോർട്ടല്ല, വാഷിംഗ്ടൺ റിപ്പോർട്ട്, വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട്. ഇത് ഈ പ്രക്ഷേപണം നടന്നു കഴിയുമ്പോൾ ഇതിന്റെ പൂർണ്ണ രൂപം കുഞ്ഞുങ്ങൾ വെബ്സൈറ്റിൽ കൊടുക്കും. വാഷിംഗ്ടൺ പോസ്റ്റിന്റെ പൂർണ്ണ റിപ്പോർട്ട് മലയാളത്തിൽ ഞാനൊന്ന് വായിക്കുന്നു. അതിന്റെ വാക്യങ്ങൾ ദൈവദാസൻ പുറകെ വായിച്ചു തരും. 2009 ഒക്ടോബർ മാസത്തിൽ സു സി യാവോങ് എന്ന പേരുള്ള ചൈനയിലെ സർക്കാർ അംഗീകൃത ക്രിസ്തീയ സഭകളുടെ തലവനായ ഉദ്യോഗസ്ഥൻ ചൈനയിൽ നിന്ന് ക്രിസ്ത്യാനികളെ തുടച്ചു നീക്കുവാൻ പ്രതിജ്ഞയെടുത്തു. അനദ്വൈത ക്രൈസ്തവ സഭകൾ അടച്ചുപൂട്ടിയും ഔദ്യോഗിക സഭകളിൽ ആശയങ്ങൾ അനുഭവപ്പെടുത്തുകയും ജനത്തെ ക്രിസ്തീയ പീഡനത്തിനായി ചുവടുവെക്കുകയും ചെയ്യുന്നു. പാസ്റ്റർമാർ അവരുടെ പ്രസംഗങ്ങൾ അധികാരികൾക്ക് എഴുതി കൊടുക്കണം. സഭയിൽ കുട്ടികൾക്ക് പഠന ക്ലാസ് പാടില്ല. തീർന്നില്ല. പ്രായമുള്ളവരിൽ ക്രിസ്ത്യാനികളുടെ പെൻഷൻ കട്ട് ചെയ്തു. എന്നിട്ട് തീർന്നില്ല, ക്രിസ്ത്യാനികളെ ഒരുക്കുന്ന ഒരു മുന്നേറ്റം അവിടെ വരരുത്. അങ്ങനെയെങ്കിൽ വിശുദ്ധ ബൈബിളിനെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ആശയങ്ങളുടെ മേൽ കടക്കൽ കത്തിവെച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം 2019 ഒക്ടോബറിൽ കിടക്കുന്നത് വാഷിംഗ്ടൺ പോസ്റ്റ് 2019 ഒക്ടോബറിൽ ഇങ്ങനെ ഒരു നിയമം ചൈന കൊണ്ടുവന്നപ്പോൾ 2019 ഈ നവംബർ മാസത്തിൽ ആദ്യത്തെ വുഹാനിൽ നിന്നുള്ള കേസ് റിപ്പോർട്ട് ചെയ്തു. സ്വർഗത്തിലെ ദൈവത്തോട് മറുതലിക്കരുത് മക്കളെ. ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവമക്കളെ, ദൈവ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവവചനത്തോട് മറുതലിക്കരുത്. ഒരുപക്ഷെ നിങ്ങൾ ഒരു ദൈവദാസനെ പറ്റി പറഞ്ഞു, പക്ഷെ വചനത്തെ പറ്റി നിങ്ങൾ മറുതലിക്കരുത്. സ്വർഗത്തിൽ സ്ഥിരമായി നിൽക്കുന്നത് ദൈവത്തിന്റെ വചനം. റിവേഴ്സിലേക്ക് വരാം. പക്ഷെ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന്റെ 18-ാമത്തെ തിരുവെഴുത്ത് ഈ വചനത്തോട് മറുതലിച്ചാൽ, വെളിപ്പാട് പുസ്തകം 22:18 വാക്യം, ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാലും കുറച്ചാലും കട്ട് ചെയ്താലും അടുത്തത് ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ഇത് മാത്രം മതി മക്കളെ. ഇതാ ചൈനയിലെ കൊറോണ, വേറെ ഒന്നുമല്ല. സ്വർഗത്തിലെ ദൈവം അറിയാതെ ഒന്നും നടക്കത്തില്ല. 2019 ഒക്ടോബർ മാസത്തിൽ ഹല്ലേലൂയ ക്രിസ്തീയ വിശ്വാസത്തെ തുടച്ചു നിൽക്കാൻ ചൈനയിലെ ഉദ്യോഗസ്ഥൻ പ്രഖ്യാപിച്ചതിന്റെ വളരെ വൈകാതെ വുഹാനിൽ വൈറസ് ബാധ ആരംഭിച്ചു. തീർന്നില്ല. ചൈനയിലെ ലീ വിയാൻഗ് എന്ന വുഹാനിലെ ഒരു ആശുപത്രി ഡോക്ടർ ഈ രോഗത്തിന്റെ അപകടങ്ങളെ കുറിച്ച് ഒന്നാമത് മുന്നറിയിപ്പ് അധികാരികൾക്ക് നൽകി. പക്ഷേ അവർ കൃത്യമായ സമയം ഏറ്റെടുത്തില്ല. അങ്ങനെയെങ്കിൽ ഈ ബാധകളെ സ്വർഗത്തിലെ ദൈവം അയക്കുമെന്ന് ബൈബിളിന്റെ തിരുവെഴുത്തിന്റെ വചനപ്രകാരം രേഖപ്പെടുത്തിയെങ്കിൽ നിർണായകമായ 1-2 വാർത്തകൾ നിങ്ങൾ എന്നെ ഇതിൽ കേൾക്കണം. എവിടെ നിന്ന് ആരംഭിച്ചു? ഔദ്യോഗിക വാർത്താക്കുറിപ്പ്. ലോക കാരണം ചന്തയിൽ നിന്ന് വിൽക്കുവാൻ കൊണ്ടുവന്ന ജീവനുള്ള മൃഗങ്ങൾ, അവയിൽ ഭക്ഷിക്കാനുള്ള വവ്വാൽ പാമ്പുകൾ. ഇതാണ് പറയുന്നത്. അല്ല, ഇനി അടുത്ത കാര്യമാണ്. ഇത് എവിടുന്ന് വന്നു? ദിസ് ഈസ് ആൻ അൺസീൻഡ് വൈറസ് may be produced by artificial. ഇവനെ ഉണ്ടാക്കിയത് എങ്ങനെ കിട്ടിയെന്നറിയാമോ? വുഹാനിലെ പരീക്ഷണശാലയിൽ നിന്ന് കിടക്കുന്നു. 2018 സാർസ്, മെർസ് ഇവ പരിശോധിക്കുവാൻ വേണ്ടി എടുത്ത ചില ഒരു ഘടകങ്ങൾ 2018 ജനുവരിയിൽ തുറന്നതാ വുഹാൻ സർവകലാശാല. അന്ന് അമേരിക്കയുടെ സുരക്ഷാ വിദഗ്ധർ, ശാസ്ത്രജ്ഞന്മാർ ഇവരോട് പറഞ്ഞു, പരീക്ഷണശാലയിൽ ഒരണു രക്ഷപ്പെട്ട് പുറത്തിയാടിയാൽ ലോകം തീരും. പരീക്ഷണശാല നിങ്ങൾ പൂട്ടണമെന്ന് പറയുന്നു. ഡോക്ടർ എറിക് ഡിങ്, ഇസ്രായേൽ ബഹുമാന്യനായ പകർച്ചവ്യാധി വിദഗ്ധൻ, ഈ വൈറസിന്റെ അസാധാരണമായ ഘടനാവിശേഷണം അപഗ്രഥിച്ചു. സ്വാഭാവികമായി ഇത് ഉണ്ടാകുവാൻ സാധ്യതയില്ല. ഇത് ജനിതക ഘടന, ആർട്ടിഫിഷ്യൽ വൈറസ് കിടക്കുന്നു. ഇതിനൊരു പ്രതിരോധ മരുന്നില്ല. പിടിവിട്ടുപോയി. ബെയ്ജിങ്ങിൽ നടന്ന അടിയന്തര സമ്മേളനത്തിൽ ചൈനീസ് നേതാവ് ഷീ ജിൻപിങ് പറഞ്ഞു, കൊറോണ വിഷാണുവിനെ തുടച്ചാക്കാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല. ചൈനീസ് അധികാരികൾക്ക് പോലും ഇത് പുറത്ത് ചാടി ഉറവിട വുഹാനിലെ ജൈവ പരീക്ഷണശാല. ദിസ് മെയ്ഡ് ആൻ ആർട്ടിഫിഷ്യൽ വൈറസ്. അങ്ങനെയെങ്കിൽ കണ്ടില്ലയോ കൊറോണ നമ്പർ 1. കൊറോണ മാറി. കൊറോണ കഴിഞ്ഞപ്പോൾ ഇതിന്റെ 2ാമത്തെ സ്റ്റേജ് വന്ന് COVID-19. ആദ്യത്തെ കൊറോണ ജനിതക ഘടന പ്രകാരം 14 ദിവസം കഴിയുമ്പോൾ അല്പ മെഡിക്കൽ സയൻസിലേക്ക് മനുഷ്യന്റെ ശരീരത്തേക്ക് ഇത് കടന്നാൽ ആദ്യം അവൻ കൊടുക്കുന്ന ത്രോട്ട് ഇൻഫെക്ഷനാണ്. ത്രോട്ടിന് വേദന അറിയുമ്പോൾ ഇത് വരും. ചില ബ്ലഡ് കൗണ്ട് നല്ല കൂടിയവർക്ക് അറിയത്തില്ല, ഡൈവേർട്ട് ചെയ്ത് ന്യൂമോണിയയിലേക്കാണ് പോകുന്നത്, ശ്വാസകോശത്തിലേക്ക്. അതായിരുന്നു 14. ജനിതക ഘടന 2 കോവിഡ്-19 കേൾക്കുന്ന സഹോദരങ്ങളെ, ഇപ്പൊ 14 ദിവസം കൊണ്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല, 28 കൊണ്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല. ചിലരിൽ
ഇത് 40 ദിവസം കഴിഞ്ഞ് ഡിറ്റക്ട് ചെയ്തു. ചിലരിൽ ക്യാൻസറിന്റെ അണുക്കൾ, സാർക്കോമയോ കാർസിനോമ ഏതോ ഉള്ളത് ഒരു 4th സ്റ്റേജിൽ ചിലർ ഡിറ്റക്ട് ചെയ്യുന്നത് പോലെ ചില മനുഷ്യ ശരീരത്തിനകത്ത് ഇത് കടന്നാൽ ഏകദേശം 40 ദിവസം. അതാണ് COVID-19. ഇതൊരു 2ാം വ്യാപനത്തിലേക്ക് ലോകത്ത് ചിലയിടത്ത് അടിച്ചിട്ടുണ്ട്, ചിലയിടത്ത് ഇതുവരെ അടിച്ചിട്ടില്ല. ഇനി ഇതൊരു 3ാം തലത്തിലേക്ക് വന്നാൽ മനുഷ്യൻ പോകുന്ന വഴിയിൽ കുഴഞ്ഞു വീണ് മരിക്കും. ഇതിൻ്റെ ജനിതക ഘടന കൃത്യമായി മനസ്സിലാക്കണം. ദിസ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ വൈറസ്. ജപ്പാനിലെ നോബൽ സമ്മാനം കിട്ടിയ വൈറസിനെ പറ്റി പഠിക്കുന്ന വ്യക്തി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഇതൊരു ആർട്ടിഫിഷ്യൽ അൺസീൻഡ് വൈറസ്. ഇവിടെ 3rd സ്റ്റേജ് ഒന്നും ആയിട്ടില്ല. ഏത് മാധ്യമങ്ങൾ പറയുന്നെങ്കിലും 2nd സ്റ്റേജിൽ മാത്രം നാം ഇപ്പോൾ പോകുന്നു. 3rd സ്റ്റേജിൽ ഈ വൈറസിന് മനുഷ്യന്റെ ശരീരത്തിലെ ബ്ലഡ് കൗണ്ട് 45 ദിവസം കൂടുമ്പോൾ മാറുമെന്നാണ് മെഡിക്കൽ സയൻസ്. അങ്ങനെയെങ്കിൽ ഇതുപോലുള്ള വൈറസ് എയർ കണ്ടീഷൻ റൂമിനകത്തോ ഫ്ലൈറ്റിനകത്തോ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ജനിതക ഘടനയ്ക്ക് മാറ്റം വരും. നാടൻ മലയാളം ഓന്ത് ചില സമയങ്ങളിൽ നിറം മാറുന്ന പോലെ എബോവ് 15 ഡേയ്സ് ഈ ജനിതക ഘടനയിൽ മാറ്റം വന്നാൽ 3rd സ്റ്റേജ് ഇവിടെ സംഭവിക്കും. ഇൻസ്റ്റന്റ് എടുത്ത് മനുഷ്യൻ വഴിയരികിൽ കുഴഞ്ഞു വീണ് മരിക്കും. വൈറസ് ഇവിടെ അവസാനിക്കുന്നില്ല. 4 ലോകത്തിൽ 3 കിങ്ഡങ്ങളാണ്. 1 ഹ്യൂമൻ കിങ്ഡം, മനുഷ്യലോകം. 2 അനിമൽ കിങ്ഡം. 3 പ്ലാന്റ് കിങ്ഡം. അങ്ങനെയെങ്കിൽ ദ 4th സ്റ്റേജ്, ദ കൊറോണ ഈസ് ഗോയിങ് അനിമൽ. എല്ലാ മൃഗങ്ങളിലേക്കും ഇത് വ്യാപരിക്കാൻ സാധ്യത. അത് കണ്ടിട്ടാണ് ചൈന 16 സിറ്റികളെ ഒറ്റയടിക്ക് ബ്ലോക്ക് ചെയ്തു. ചൈനയുടെ 3 പട്ടണങ്ങളാ ഏതൊക്കെയാണെന്നറിയാമോ? ബെയ്ജിങ്, ഷാങ്ഹായ്, പീക്കിംഗ്. അവിടെ ഒന്നും ചെന്നില്ല. ചൈനയിലെ ഏറ്റവും നിർണായകമായ ലാബ്, ഈ ലാബ് എവിടെയാണെന്നറിയാമോ? വുഹാൻ. അവിടെ മാത്രം ഇത് ആഞ്ഞടിച്ചെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അക്കമിട്ട് ഞാൻ പറയുന്നു, കൊറോണ വൈറസ് ചൈനയുടെ ജൈവായുധം. അതിലേക്ക് ഞാൻ നിങ്ങളെ തെളിവ് കാണിക്കാം. ഒരുപക്ഷെ ദൈവത്തിന്റെ ദാസന്മാർ ബാക്കിയുള്ളവർക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ. ഇത് സജു ചാത്തന്നൂരല്ല പറഞ്ഞത്. ഇതിന്റെ മുഴുവൻ റിപ്പോർട്ടും എൽഷദായുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പിന്നത്തതിൽ കാണാൻ പറ്റും. കൊറോണ ചൈനയുടെ ജൈവായുധം. ഇത് പറഞ്ഞത് ആരോ മക്കളെ എന്നറിയാമോ? ഇസ്രയേലിന്റെ ഇന്നത്തെ ജൈവശാസ്ത്രജ്ഞനായ ഡാനിയൽ ഷോഹം മൈക്കൽ പോംബയോട് പറഞ്ഞു കഴിഞ്ഞു. ഇതെന്താണെന്നറിയാമോ? ചൈനയുടെ ജൈവായുധം. ഇതിന് നിതാന്തമായി ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നു. ലോകത്തിലെ ചില രാഷ്ട്രങ്ങളിൽ ആറ്റം ബോംബ്, ക്ലസ്റ്റർ ബോംബ്, അതിന് നിതാന്തമായി ഇസ്രയേൽ അടക്കമുള്ള രാഷ്ട്രങ്ങളിൽ വൈറസ്, ദാണ്ടെ കൊറോണ ബയോ വെപ്പൺ വൈറസ്. ഇതൊന്ന് തുറന്നു വിട്ടാൽ പ്ലെയിൻ വേണ്ട, ട്രെയിൻ വേണ്ട, മിലിറ്ററി അറ്റാക്ക് വേണ്ട, ഒന്നും വേണ്ട. അന്തരീക്ഷത്തിൽ കൂടി ഇത് സ്പ്രെഡ് ചെയ്താൽ എല്ലാ രാജ്യങ്ങളെയും തകർക്കാം. 2018 ഇത് ജപ്പാനിലെ ഒരു ശാസ്ത്രജ്ഞൻ ചൈനയോട് അക്കമിട്ട് പറഞ്ഞു, ഇതൊരു മരണക്കളിയാണ്. ഇത് എവിടുന്നെങ്കിലും തുറന്നു പോയാൽ ലോകത്തിൽ ഇത് പിടിച്ചാൽ കിട്ടത്തില്ല. ഇന്നൊരു നിർണായകമായ വാർത്ത പുറത്തു വരുന്നു. ചൈനയിലെ വുഹാൻ ലാബിൽ ജോലി ചെയ്ത ഒറ്റ ഒരെണ്ണത്തിന്റെ മൊബൈൽ ചലിക്കുന്നില്ല. അവർ ജീവനോടുണ്ടെന്ന് പോലും അറിയുന്നില്ല. ഇപ്പോൾ ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ് പറയുന്നത്, വുഹാൻ ലാബിലെ ഒരു പെൺകുട്ടി എവിടോ മാർക്കറ്റിൽ പോയപ്പോൾ അവളുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ച വൈറസ് തട്ടുമുട്ടുകൾ പറയുമ്പോൾ ഈ ദിവസങ്ങളിലെ മലയാള മനോരമ, ഈ ദിവസങ്ങളിലെ മനോരമ ചോദിച്ചാൽ മതി, ഇന്ത്യ പറയുന്നു ചൈന ഇതിന് മറുപടി പറയണം വൈറസിന്. ലോക രാഷ്ട്രങ്ങൾ മുഴുവൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ ബൈബിളിനകത്ത് ഈ കാലത്തെ പറ്റി ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടോ? ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥയെ പറ്റി ഈ വൈറസ് ആഞ്ഞടിച്ചാൽ മനുഷ്യന്റെ അവസ്ഥയെ പറ്റി സെഫന്യാവിന്റെ പ്രവചനം, സെക്കരിയാവിന്റെ പ്രവചനം 8-ാം അധ്യായം 10-ാമത്തെ വാക്യം, സെക്കരിയാവ് 8:10. ഇന്നത്തെ ലോകം 8:10, സെക്കരിയാവ് 8:10. കാലത്തിന് മുമ്പേ മനുഷ്യന് കൂലിയില്ല. കണ്ടോ, ശമ്പളം ചെയ്ത ഒറ്റയിടത്തും കൂലിയില്ല, മൃഗത്തിന് കൂലിയില്ല. കഷ്ടം. മൃഗങ്ങളുടെ ഏതെങ്കിലും പാല് വിറ്റ് നിങ്ങൾ കണ്ടില്ലേ? ഇതൊക്കെ ദൈവജനം വചനം കേൾക്കുന്നത്. പാലക്കാടൊക്കെ ടൺ കണക്കിന് പാലാ ഒഴുക്കി കളഞ്ഞ്, അഥവാ പാല് വിറ്റ് പോലും മൃഗത്തിന് പോലും കിട്ടാത്ത കൂലി. തീർന്നില്ല. അടുത്തത്, പോക്കുവരത്ത് ചെയ്യുന്നവന് വൈരി നിമിത്ത സമാധാനവുമില്ല. കണ്ടോ, എല്ലാ സർക്കാർ ഓഫീസുകളും രജിസ്ട്രാർ ഓഫീസുകളും എല്ലാം അടഞ്ഞു കിടക്കുന്നു. അടുത്ത വായിക്ക് ഭാഷ, ഇതൊക്കെ പ്രവചനം. അടുത്തത്, സകല മനുഷ്യരെയും തമ്മിൽ വിരോധമാണ്. അമേരിക്കൻ ചൈനക്കെതിരെ, കണ്ടില്ലേ? റഷ്യക്കാരൻ ചൈനക്കെതിരെ, ഇന്ത്യക്കാരൻ ചൈനക്കെതിരെ, ഇസ്രയേലുകാരൻ ചൈനക്കെതിരെ. ലോക രാഷ്ട്രങ്ങൾ ഈ വൈറസിന്റെ പിടിയിൽ നിന്ന് 2 ചേരിയിലേക്ക് മാറി വരും. കണ്ടോ, കണ്ടില്ലേ?
ആറ്റം വേണ്ട, ന്യൂക്ലിയർ വേണ്ട. ഇന്ന് സയൻസ് 240 പ്രാവശ്യം മനുഷ്യനെ പൊട്ടിക്കുവാനുള്ള ആറ്റമായുധം ലോകത്തിനകത്ത് കിടപ്പുണ്ട്. പക്ഷെ ഒന്നും വേണ്ട. ലാബിന്ന് ഒന്ന് തുറന്നപ്പോൾ ലോകത്തിലെ ഏറ്റവും ശക്തിമാനായ അമേരിക്ക 90,000 പേർ ഗുഡ് ബൈ പറഞ്ഞു. മരണം, കൊറോണ. ബൈബിൾ എഴുതിയിട്ടില്ല, ഏത് മനുഷ്യന് ഉറച്ചു നിന്നാലൊരു ശ്വാസമത്രേ. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ കേരളത്തിൽ തന്നെ അമേരിക്കക്കാർക്ക് എത്ര പ്രോപ്പർട്ടി, എന്തെല്ലാം ബിസിനസ്, എത്ര പേർ മരിച്ചു. സങ്കീർത്തനം, ഒരുവൻ ധനവാനായി തീർന്നാൽ അവന്റെ ഭവനത്തിന്റെ മഹത്വം വർദ്ധിച്ചാൽ അവൻ മരണത്തോടുകൂടി ഒന്നും കൊണ്ടുപോകുന്നില്ലെങ്കിൽ ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? കൊറോണ എവിടെയും കയറി വരാം. കൊട്ടാരമായാലും മൃത്യു കടക്കും, കോട്ടയ്ക്കകത്തും മരണം കടക്കും, കുടിലിനകത്തും മരണം വരും. എന്നാൽ മരണം നിന്നെ പിടിക്കുന്നതിന് മുമ്പ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിന് നീ രക്ഷിതാവായി സ്വീകരിച്ച ഇന്ന് നീ മരിച്ചാൽ നിനക്കൊരു നിത്യ വീടുണ്ട്. ആ വീട്ടിലേക്കായിരിക്കണം നിന്റെ നിത്യയാത്ര. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ, യുഗം അതിന്റെ പരിസമാപ്തിയിലേക്ക് ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ബൈബിളിനകത്ത് മഹാവ്യാധി വന്ന് മനുഷ്യൻ മരിക്കുമെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രവചനങ്ങൾ നിങ്ങളുടെ മുൻപിൽ കണ്ടു. ക്വാറന്റൈൻ, അങ്ങനെ ഒരു വാക്ക് എവിടെ കേൾക്കും? 1945 ശേഷം ആറ്റമിക് വെപ്പൺ പൊട്ടിയപ്പോൾ പല മനുഷ്യരോടും വീട്ടിൽ നിന്ന് ആറ്റമിന്റെ ഈ വെപ്പൺസിന്റെ ഈ പുക ശ്വസിക്കാതിരിക്കാൻ കൊടുത്തൊരു വാക്ക ക്വാറന്റൈൻ. 45 അതിന് മലയാളം ഏകാന്തവാസമാണ്. ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ 269 പേരാണ് ഇസ്രയേലിൽ മരിച്ചത്. ഇനി നിങ്ങൾ കേൾക്കണം എന്തുകൊണ്ട് സജീവ് ചാത്തന്നൂർ ഇത് പറയുന്നു. ടെൽ-അവീവും, ജെറുസലേം, അവിടെ നിന്നുള്ള പലവരും എന്നോട് സംസാരിച്ച ഒരു കാര്യമുണ്ട്. പാസ്റ്ററേ, ഇവിടെ ഞങ്ങളുടെ പരീക്ഷണശാലകൾ സുസജ്ജമാണ്, പക്ഷെ ഈ വൈറസിനെ ഇതുവരെ ആരും കണ്ടിട്ടില്ല. അവർ പറഞ്ഞൊരു കാര്യം മീഡിയയുടെ മുമ്പ് ഞാൻ പറയുക. അവരവസാനം ചെയ്തത് 269 ഡെഡ് ബോഡിയിൽ 3 പേരെ കുഴിച്ചെടുത്തു. പുറത്ത് പറയണ്ട, കുഴിച്ചെടുത്തിട്ട് മരിച്ചവന്റെ അകത്തുനിന്ന് ഈ വൈറസിനെ പുറത്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അവിടെ മരണമില്ല. അവർ മെഡിസിൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. അറബ് രാജ്യം ഒമാൻ കഴിഞ്ഞ ദിവസം ഇസ്രായേലിനോട് പറഞ്ഞു, യു വിൽ പ്രിപ്പയർ ഇൻ ഇസ്രായേൽ എനി വാക്സിൻ ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ ഗീവ്. ഞങ്ങൾക്ക് തരാൻ വേണ്ടി സ്വോത്രം സൗദി അറേബ്യ കത്ത് കൊടുത്തിരിക്കുന്നു. അതിന് നിതാന്തമായി അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം പത്രം വായിച്ചത് മൈക്കൽ പോംബെ ഇസ്രായേലിലെത്തി ലാബ് കാണാൻ. മനുഷ്യന്റെ ശരീരത്ത് മരിച്ചവന്റെ അകത്ത് നിന്ന് വൈറസിനെ അവർ പുറത്തെടുക്കുക. ഇതിന് പകരമായിട്ട് ഒരു കൾച്ചർ വഴി ഇതിനെ കൊല്ലാൻ പറ്റുമെന്ന് ഒരു മെഡിസിനുമില്ല. അങ്ങനെയെങ്കിൽ ജനത്തെ ക്വാറന്റൈനിൽ വിടുമോ? വീടും കുഞ്ഞുങ്ങളെ. ബൈബിളിനകത്ത് ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. അന്ത്യകാലത്ത് മനുഷ്യന്റെ മേലൊരു ക്വാറന്റൈൻ. യെശയ്യാ പ്രവചനം 26:19-20, യെശയ്യാ പ്രവചനം 26:19-20. യഹൂദനോടുള്ള ബന്ധത്തിൽ ഇസ്രായേൽ വരെ ലോക്ക്ഡൌൺ. യെശയ്യാ 26:19-20. ബഹുമാനപ്പെട്ട ഭാഷ വായിക്കുന്ന എല്ലാം കേൾക്കുക, വായിക്കാം. നിന്റെ മൃതന്മാർ ജീവിക്കും, നിന്റെ മൃതന്മാർ ജീവിക്കും. അടുത്ത ശവങ്ങൾ എഴുന്നേൽക്കും, ശവങ്ങൾ എഴുന്നേൽക്കും. പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്നു ഘോഷിപ്പീൻ. കർത്താവിന്റെ വരവിന് മുമ്പായി നടക്കുന്ന സംഭവങ്ങളുടെ നിതാന്തമായി സഭയോടുള്ള ബന്ധത്തിൽ റാപ്ചറിന്റെ ചില കാര്യങ്ങൾ പറയുന്നു. എന്നാൽ റാപ്ചറിന് മുമ്പ് 20-ാമത്തെ വാക്യം അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. 20-ാമത്തെ വാക്യം ദൈവദാസൻ വായിച്ചിട്ട്, എന്റെ ജനമേ വന്ന് നിന്റെ അറകളിൽ കടന്ന്, വന്ന് നിന്റെ ഭവനത്തിൽ കടന്ന് വാതിലുകളെ അടയ്ക്കുക. വാതിലുകളെ അടയ്ക്കുക. ഷട്ട് ഡൗൺ എവരിവൺ. കമ്പനി, ഹൗസ്, ബാങ്ക് എല്ലാം ഷട്ട് ഡൗൺ. വാതിലുകളെ അടയ്ക്കുക. അടുത്തത് ക്രോധം കടന്നു പോകോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കും. അതാ ഇന്നത്തെ ലോക്ക്ഡൌൺ. ഇത് മാറും, നിങ്ങൾ ആരും വിഷമിക്കണ്ട. പലപ്പം ദൈവസഭക്കാർ കേൾക്കും ഇതോടുകൂടി തീരുന്നില്ല. ഇന്ന് ഞാൻ ആത്മാവിൽ ഒരു ദൂത് ഇവിടെ പറയാം. ദൈവത്തിന്റെ ദാസന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. കൊറോണ ഇവിടെ അവസാനിക്കും. കൊറോണ അവസാനിച്ചാൽ ആഗോള വ്യാപകമായ ഒരു ഉണർവ് പൊട്ടിപ്പുറപ്പെടാൻ പോവുക. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ജനത്തിന്റെ ഒരു മടങ്ങി വരവിന് വേണ്ടി നിനവയ്ക്കകത്ത് ഒരു ന്യായവിധി വരുമെന്ന് നിനവയ്ക്ക് പ്രഖ്യാപനം കിട്ടിയപ്പോൾ പ്രവാചകൻ ആദ്യം വഴിതെറ്റെങ്കിലും സ്വർഗത്തിലെ ദൈവം രണ്ടാമത് മടക്കി കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ 3 ദിനങ്ങൾ ദൈവജനം നിലവിളിച്ചപ്പോൾ നിനവയ്ക്ക് വരാമെന്ന് പറഞ്ഞ ബാധകൾ മാറ്റിയിട്ട് ദൈവജനത്തിന്റെ ഇടിവിന്റെ നിറവിൽ പ്രവർത്തിച്ച ഒരു ദൈവകരമുണ്ടെങ്കിൽ അനേക ഭക്തന്മാർ ലോകരാജ്യത്ത് നിന്ന് കൊറോണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവസരവും കൂടി ഈ ലോകത്തിന് കൊടുക്കുക. അന്ത്യകാലത്തിന്റെ ഒരു ഉണർവ് 6 വൻകരകളിൽ പൊട്ടിപ്പുറപ്പെടുമ്പോൾ മത്തായി പറഞ്ഞ സുവിശേഷത്തിന്റെ നിവൃത്തി ഇവിടെ നടക്കും. രാജ്യത്തിന്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ എന്റെ നാഥന്റെ മടങ്ങി വരവ്. ഇത് കണ്ടിട്ട് അനേകം പേർ മാനസാന്തരപ്പെടാൻ സാധ്യതയുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രഭാഷ, ഏത് ലൈവിൽ കേൾക്കുന്ന കുഞ്ഞുങ്ങൾ, ഒരു കാര്യം നിങ്ങളോട് പറയാം. ഈ കൊറോണ കടന്നിട്ട് നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇതൊരവസാനമല്ല. എന്റെ ജനമേ ക്രോധം കടന്നു പോകുവോളോ
നേരം വൈറസിന്റെ അറ്റാക്കിനകത്ത് നിന്റെ അറകളിൽ നീ രാപാർക്ക്, നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാനും ദൈവത്തിന് കഴിയും. ഇതൊരു അന്ത്യകാലത്തിന്റെ നാന്ദിയെങ്കിൽ കൊറോണ കൊണ്ട് അവസാനിക്കത്തില്ല. ഒരു സ്ഥലത്ത് ഈറ്റ് നോവിന്റെ ആരംഭം ആരംഭിക്കുമ്പോൾ മറു സൈഡിൽ ആഗോള വ്യാപകമായി രാജ്യത്തിന്റെ സുവിശേഷത്തിന്റെ ഉണർവ് ഇവിടെ ആരംഭിക്കുവാൻ കാലമായി. സമയത്തിലും അസമയത്തിലും നാഥന്റെ വരവ് വെളിപ്പെടുമെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. പ്രവചനത്തിന്റെ നിവർത്തി, യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും മഹാവ്യാധിയും കാട്ടുമൃഗങ്ങൾ കണ്ടുകൊണ്ട് കണ്ട തലമുറയോട് ഒരിക്കൽ കൂടി ദൈവദാസനാകുന്ന ഞാൻ പറയുന്നു, എല്ലാറ്റിന്റെയും അവസാനം വന്നിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവർ നിർമ്മതരുമായിരിപ്പേ.